OMR ഷീറ്റിലും ഉപ്പ് വിതറി പരീക്ഷ എഴുതി. അവസാനമായപ്പോൾ സമയം തികയുന്നില്ല. കുറേ അധികം ക്വസ്റ്റ്യൻസ്, സയൻസിലെയും ഇംഗ്ലീഷിലെയും ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കാൻ പോലും പറ്റിയില്ല. അതിനുള്ള സമയമില്ലായിരുന്നു. അവസാനത്തെ 5 മിനിറ്റ് കൊണ്ട് എന്തൊക്കെയോ കറുപ്പിച്ച് പ്രാർത്ഥിച്ച് OMR ഷീറ്റ് കൊടുത്തു. തിരിച്ച് വന്ന് യൂട്യൂബിലെ ആൻസറിൻ്റെ വീഡിയോകളൊക്കെ നോക്കിയപ്പോൾ കുറച്ച് നോക്കിയതേ ഉള്ളൂ, അങ്ങോട്ട് നോക്കാൻ പരിശുദ്ധ ദൈവമാതാവിനും തിരുക്കുമാരനും പാപിയായി എന്നെ ഇവിടെ ഈ പുണ്യഭൂമിയിൽ സാക്ഷിയാക്കി നിർത്തിയതിന് അനേകമായിരം നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് സജി. ഞാൻ വെൺകുളം ഇടവക, നെയ്യാറ്റിൻകര രൂപതയിലെ വെൺകുളം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ജൂലൈ മാസമാണ് ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഒരു ഗവൺമെൻറ് സ്കൂളിൽ PD ടീച്ചറായി വർക്ക് ചെയ്യുന്നു. ആദ്യമുണ്ടായിരുന്ന സ്കൂളിൽ മാനസികമായി ചില ബുദ്ധിമുട്ടുകളുണ്ടായപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുക്കാനായി വന്നത്. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എനിക്ക് മനസ്സിന് കുറച്ച് ഉന്മേഷം കിട്ടി. തുടർന്ന് മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫറും നൽകി അമ്മ അനുഗ്രഹിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. പുതിയ സ്കൂളിൽ വളരെ സന്തോഷത്തോടുകൂടെ, വളരെ ദൈവാനുഭവത്തോടുകൂടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനും സഹപ്രവർത്തകരുമായി കഴിയുന്നതിനും എനിക്ക് സാധിക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടുകൂടെ തന്നെ ഞാൻ എൻ്റെ ഔദ്യോഗിക ജോലി നിർവഹിച്ചു വരുന്നു. ഞാൻ 2003 ജൂലൈ മാസത്തിലാണ് സർവീസിൽ കയറുന്നത്. അന്ന് PSC പരീക്ഷ പാസ്സായി കയറിയെങ്കിലും കഴിഞ്ഞ 2025 സെപ്റ്റംബർ മാസം സുപ്രീം കോടതിയിൽ നിന്നൊരു വിധിയുണ്ടായി. കേറ്ററ്റ് പരീക്ഷ പാസ്സായാലേ നമുക്ക് സർവീസിൽ തുടരാൻ സാധിക്കുകയുള്ളൂ എന്ന്. ഇല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ നിർബന്ധമായിട്ടും VRS എടുത്ത് പോകേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു പരീക്ഷ എഴുതുക എന്നുള്ളത് ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. എനിക്കിപ്പോൾ 51 വയസ്സുണ്ട്. അപ്പോൾ ഇത്രയും ഗ്യാപ്പുണ്ട്. ഞങ്ങൾ പരീക്ഷ നടത്തിക്കുന്നവരാണ്, കുട്ടികൾക്ക് പരീക്ഷ നടത്തിക്കുന്നു. അതുപോലെ തന്നെ PSC എക്സാമിനും ഇൻവിജിലേറ്ററായിട്ട് നിൽക്കാറുണ്ട്. എന്നാൽ സ്വന്തമായി പരീക്ഷ എഴുതുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പഠിക്കാനായിട്ട് ബുദ്ധിമുട്ട്, ഓർമ്മയിൽ നിൽക്കാൻ പ്രയാസം, അതുപോലെ തന്നെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് ക്രമപ്പെടുത്തി പരീക്ഷ എഴുതാനുള്ള പ്രാക്ടീസ് ഇല്ല. അപ്പോൾ എങ്ങനെ ഈ കേറ്ററ്റ് പരീക്ഷ ജയിക്കും എന്നറിയില്ല. ആദ്യമേ തന്നെ ആദ്യത്തെ ചാൻസ് തന്നെ ഒരു ചാൻസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആദ്യത്തെ പരീക്ഷയ്ക്ക് തന്നെ അപ്ലൈ ചെയ്തു. ഈ 2 വർഷത്തിനകത്ത് ഞങ്ങൾ പാസ്സാകണമല്ലോ. ഞങ്ങളുടെ സ്കൂളിൽ വേറെയും കുറച്ച് അധ്യാപകരുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യത്തെ അതിന് തന്നെ രജിസ്റ്റർ ചെയ്തു. പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, പഠിക്കുന്നതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല. സൈക്കോളജിയൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. എന്നാൽ അമ്മ മാതാവിൽ ആശ്രയിച്ചുകൊണ്ട്, ഈശോയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പഠിച്ചു. എനിക്കും എൻ്റെ കൂടെ ഉള്ള ഒരു ടീച്ചറിനും കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്ന് ഒരുമിച്ച് ക്ലാസ്സുകൾ നോക്കാനായിട്ട് സാധിച്ചു. അത്ര തന്നെ, അല്ലാതെ വീട്ടിൽ വന്നുള്ള പഠനമൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പരീക്ഷ ദിവസം അടുത്ത് വന്നപ്പോൾ എനിക്ക് ഉടമ്പടി പുതുക്കേണ്ട സമയമായി. ഫെബ്രുവരി മാസം 21-ാം തീയതിയായിരുന്നു പരീക്ഷ. അതിന് മുമ്പായിട്ട് വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ സാധിക്കും, കൈവയ്പ് ശുശ്രൂഷ കിട്ടും എന്ന് വിചാരിച്ചു. എന്നാൽ അന്ന് അച്ഛൻ ഉണ്ടായിരുന്നില്ല. പകരം കൗൺസിലിംഗ് നടത്തിയ സിസ്റ്റർ എനിക്ക് വചനങ്ങൾ പറഞ്ഞു തന്നു. എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമ്മുടെ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നമുക്ക് മധ്യേയുണ്ട്. ആ വചനങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തു. പരീക്ഷയുടെ ദിവസം ഒന്നും തന്നെ പഠിക്കാനായിട്ട് സാധിച്ചില്ല. ഞാൻ സാക്ഷ്യം കേൾക്കാമെന്ന് വിചാരിച്ചു. സാക്ഷ്യം കേൾക്കാനായിട്ട് യൂട്യൂബ് എടുക്കുമ്പോൾ തന്നെ ഞാൻ മനസ്സിൽ കരുതി,
ഒരു കേറ്ററ്റ് പരീക്ഷ പാസ്സായ ഒരു സാക്ഷ്യം എനിക്ക് കിട്ടണമേ എന്ന്. അപ്പോൾ ഞാൻ യൂട്യൂബ് എടുത്തപ്പോൾ തന്നെ കിട്ടിയത് തൃശ്ശൂരിൽ നിന്നുള്ള അലീന മരിയ എന്ന കുട്ടിയുടെ കേറ്ററ്റ് പാസ്സായ സാക്ഷ്യമാണ്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അമ്മ മാതാവ് എന്നെ ഈ പരീക്ഷയിൽ ജയിപ്പിക്കും എന്നുള്ളത്. അങ്ങനെ നേർച്ച വസ്തുക്കളെല്ലാം എടുത്ത് വിശ്വാസ പ്രമാണം പറഞ്ഞ്, അതുപോലെ കാശുരൂപം കൊണ്ട് കയറാൻ സമ്മതിക്കുമോ എന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് വസ്ത്രത്തിൽ പിൻ ചെയ്ത് വെച്ച് അതുമായിട്ട് പരീക്ഷാ ഹാളിലേക്ക് പോയി. കയറുന്നതിന് മുൻപ് കുറച്ച് ഉപ്പ് കയ്യിൽ കരുതിയിരുന്നു. ഉടമ്പടി തൈലം കുരിശ് വരച്ച് പരീക്ഷാ ഹാളിലെത്തി. ഞാൻ പരീക്ഷ എഴുതുന്ന സ്ഥലത്ത് എഴുതാനിരുന്നിടത്ത് കുറച്ച് ഉപ്പിട്ടു. അതുപോലെ തന്നെ OMR ഷീറ്റിലും ഉപ്പ് വിതറി പരീക്ഷ എഴുതി. അവസാനമായപ്പോൾ സമയം തികയുന്നില്ല. കുറേ അധികം ക്വസ്റ്റ്യൻസ്, സയൻസിലെയും ഇംഗ്ലീഷിലെയും ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കാൻ പോലും പറ്റിയില്ല. അതിനുള്ള സമയമില്ലായിരുന്നു. അവസാനത്തെ 5 മിനിറ്റ് കൊണ്ട് എന്തൊക്കെയോ കറുപ്പിച്ച് പ്രാർത്ഥിച്ച് OMR ഷീറ്റ് കൊടുത്തു. തിരിച്ച് വന്ന് യൂട്യൂബിലെ ആൻസറിൻ്റെ വീഡിയോകളൊക്കെ നോക്കിയപ്പോൾ കുറച്ച് നോക്കിയതേ ഉള്ളൂ, അങ്ങോട്ട് നോക്കാൻ തോന്നുന്നില്ല. കൂടുതലും തെറ്റായിരുന്നു. സൈക്കോളജിയാണ് ആദ്യം നോക്കിയത്. അപ്പോൾ സൈക്കോളജിക്ക് വളരെ കുറച്ച് മാർക്കേ കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലായി. പിന്നെ അങ്ങോട്ട് നോക്കാനേ തോന്നിയില്ല. ഒരു 3-4 ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും നോക്കിയപ്പോൾ 98 മാർക്ക് കിട്ടും എന്ന് മനസ്സിലായി. അത് അമ്മ മാതാവിൻ്റെ കൃപ. അത് കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ ആൻസർ കീ വന്നപ്പോൾ 103 മാർക്കുണ്ടായിരുന്നു നോക്കിയപ്പോൾ. എനിക്ക് റിസൾട്ട് വന്നപ്പോഴും കിട്ടിയത് 103 മാർക്ക് തന്നെയാണ്. ഇത്രയും വലിയ ഒരു മാർക്ക്, ഞങ്ങൾക്ക് 82 മാർക്ക് മതി. ഇത്രയും ഗ്യാപ്പിനിടയ്ക്ക് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് എഴുതുന്ന പരീക്ഷയ്ക്ക് 103 മാർക്ക് തന്ന് അമ്മ മാതാവ് എന്നെ വിജയിപ്പിച്ചു, ഈശോനാഥനോട് അപേക്ഷിച്ച്. ഞാൻ എല്ലാവരും സാക്ഷ്യത്തിൽ പറയുന്ന കേട്ടിട്ടുണ്ട്, കൃപാസനത്തിൽ വന്നിരുന്ന് റിസൾട്ട് നോക്കും എന്ന്. അപ്പോൾ അതുപോലെ ഞാനും പ്രതീക്ഷിച്ചു. എന്നാൽ കൃപാസനത്തിൽ വന്ന ദിവസമൊന്നും റിസൾട്ട് വന്നില്ല. പകരം ഞാൻ റിസൾട്ട് വന്ന സമയത്ത് വേളാങ്കണ്ണിയിലായിരുന്നു. അവിടെ വെച്ച് റിസൾട്ട് അറിയാൻ സാധിച്ചു. വളരെ നല്ല വിജയം തന്ന് സഹായിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോനാഥനും 1000 നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഇനി എനിക്ക് കിട്ടിയ 1-2 രോഗസൗഖ്യങ്ങളാണ് പറയാനുള്ളത്. എനിക്ക് 30 വർഷത്തിലേറെയായി ഉണ്ടായിരുന്ന അലർജി രോഗം, അതായത് രാവിലെ എണീക്കുമ്പോൾ തുമ്മൽ, നിർത്താതെയുള്ള തുമ്മൽ, കുറേ കഴിഞ്ഞിട്ട് പിന്നെ ചില ദിവസങ്ങളിൽ അതങ്ങ് മാറും, പിന്നെ ചില ദിവസങ്ങളിൽ വീണ്ടും തുടരും. അത് പനിയും ശ്വാസം മുട്ട്, ടോൺസിലൈറ്റിസ് തുടങ്ങിയ അസുഖങ്ങളിലോട്ട് മാറും. പിന്നെ ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങിയാലേ അതിൽ നിന്ന് സൗഖ്യമാവുകയുള്ളൂ. ഹോമിയോ മരുന്ന്, അലോപ്പതി മരുന്നൊക്കെ മാറി മാറി ഉപയോഗിച്ച് നോക്കി, ഒരു രക്ഷയുമില്ലായിരുന്നു. മരുന്ന് കഴിക്കുമ്പോൾ സുഖമാവും, അത് കഴിഞ്ഞ് വീണ്ടും ഇത് തന്നെയായി അവസ്ഥ. എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം എനിക്ക് അതിൽ നിന്ന് പൂർണ്ണമായ മോചനം ലഭിച്ചു. ഇപ്പോൾ തണുപ്പായാലും ഏത് കാലാവസ്ഥയിലും കുഴപ്പമില്ല. പൊടിയോ എന്ത് തന്നെ വന്നാലും ഏത് ഭക്ഷണവും കഴിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വായ്പുണ്ണ് മറ്റൊരു പ്രശ്നമായിരുന്നു. എനിക്ക് ടീച്ചിങ്ങിന് വളരെയധികം അത്യാവശ്യമാണ് സംസാരിക്കുക എന്നുള്ളത്. ഒട്ടും തന്നെ അനക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ ഒരുപാട് ദിവസം വിഷമിച്ചിട്ടുണ്ട്. നാവിൽ പുണ്ണ് വരുമ്പോഴും അതുപോലെ തന്നെ കൂടെ അത് വരികയും ചെയ്യും. വന്നാൽ പിന്നെ ഒരാഴ്ചയിലധികം നിൽക്കും. അതിനും പല മരുന്നുകളും നോക്കിയെങ്കിലും ഒന്നും ഫലപ്രദമായില്ല. അവസാനം ഉടമ്പടി എടുത്തതിന് ശേഷം നേർച്ച വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് അതും മാറിക്കിട്ടി. അതുപോലെ കാലിൽ 2 കാലിൻ്റെയും പാദത്തിൻ്റെ അടിവശത്ത് വിരലിനടുത്തായിട്ട് ഓരോ ആണി ഉണ്ടായിരുന്നു. അത് ഒരു 3-4 ദിവസം ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ചതേ ഉള്ളൂ. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് കാണാനില്ല. നേർച്ച വസ്തുക്കൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്നും രാവിലെ നേർച്ച വസ്തുക്കൾ ഉടമ്പടി തൈലം എടുത്ത് കുരിശ് വരയ്ക്കുന്നതോടൊപ്പം ഒരു തുള്ളി വായിലും ഇറ്റിക്കാറുണ്ട്. കാരണം എൻ്റെ ഉള്ളിലുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം മോചനം കിട്ടുന്നതിനായിട്ട്. പിന്നെ കണ്ണിലും ചെവിയിലും മൂക്കിലുമെല്ലാം കുരിശ് വരച്ചുകൊണ്ടാണ് എങ്ങോട്ടെങ്കിലും ഇറങ്ങാറുള്ളത്.
നേർച്ച വസ്തുക്കൾ കൊണ്ട് നമുക്ക് വളരെ ഫലപ്രദമാണ്. ഏത് ഗുളികയെക്കാളും മരുന്നിനേക്കാളും വളരെ എഫക്റ്റീവാണ് നമ്മുടെ പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കൾ. കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്യാറുള്ളത്, ആർക്കെങ്കിലും സഹായം ആവശ്യമുള്ളപ്പോൾ പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട്. പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ഇവിടെ നിന്ന് എല്ലാ മാസവും 3 കെട്ട് പത്രം വാങ്ങിച്ചു കൊണ്ട് പോകാറുണ്ട്. 2 മലയാളവും 1 തമിഴും. സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് റോഡിൻ്റെ ഒരു വശത്ത് തമിഴ്നാടാണ്. അപ്പോൾ അങ്ങോട്ട് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഉള്ള റോഡുകളിൽ കയറി ഓരോ വീടുകളിലായിട്ട് കയറി ഇറങ്ങി മലയാളം വേണമെന്നുള്ളവർക്ക് മലയാളം, തമിഴ് വേണമെന്നുള്ളവർക്ക് തമിഴ്, അങ്ങനെ പത്രങ്ങൾ വിതരണം ചെയ്യാറുണ്ട്. സ്കൂളിലും കുട്ടികളുടെ വീടുകളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ കൃപാസനത്തെ പരിചയപ്പെടുത്താനും അവർക്കും പത്രം നൽകാനുമൊക്കെ സാധിക്കുന്നു. പലരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനിടയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെയും പല ആൾക്കാരും വന്ന് ഉടമ്പടി എടുക്കുന്നുണ്ട്. കുറേ പേരെ കൃപാസനത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ കൃപാസന മാതാവിനും ഈശോനാഥനും 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 18-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ. അങ്ങെനിക്ക് രക്ഷയുടെ പരിചയം നൽകി, അവിടുത്തെ വലത്ത് കൈ എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് സജി KM നെയ്യാറ്റിൻകര തൻ്റെ അനുഭവസാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തൻ്റെ അനുഭവസാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കട്ടെ സാധിക്കുക, പരിശുദ്ധ ദൈവമാതാവ് അനുഗ്രഹിച്ച് കേറ്ററ്റ് എക്സാം പാസ്സാകുവാനായിട്ട് സാധിച്ചതാണ്. 2003 PD ടീച്ചറായിട്ട് സേവനം ചെയ്യുകയും ഇന്നലെ 59 വയസ്സിലായിരിക്കുമ്പോൾ കേറ്ററ്റ് എക്സാം വേണമെന്നുള്ള നിർബന്ധം. എന്നാലേ ഇത്രയും വർഷം ഇങ്ങനെ എക്സാമിനറായിട്ട് ഇങ്ങനെ പോകുമെങ്കിലും ഒരു പരീക്ഷ എഴുതുക എന്നത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞുള്ളൊരു കാര്യം തന്നെയാണ്. വീണ്ടും പഠിക്കുകയും അതോടൊപ്പം തന്നെ കുറിച്ചുള്ള റിവിഷനൊക്കെ നടത്തുമ്പോൾ തികച്ചും ഒരു ബുദ്ധിമുട്ടിലൂടെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ പരിശുദ്ധ അമ്മയോടുള്ള പൂർണ്ണമായൊരു ആശ്രയവും നേർച്ച വസ്തുക്കളോടൊക്കെ ചേർന്ന് കൊണ്ട് തന്നെ പരിശുദ്ധ അമ്മ ഒരു അനുഗ്രഹമായിട്ട് ഈ എക്സാം പാസ്സാകുവാനായിട്ടൊക്കെ സാധിക്കുകയും ചെയ്തു. കാരണം എക്സാം കഴിഞ്ഞിട്ടാണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ മാർക്കുകൾ കിട്ടാനായിട്ടും ജയിക്കാനുള്ള സാധ്യത വളരെ കുറവെന്ന രീതിയിലാണ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ അത് പൂർണ്ണമായിട്ടൊരു നല്ല വിജയം നൽകി പരിശുദ്ധ അമ്മ സജിയെ അനുഗ്രഹിക്കുകയും ചെയ്തു. നമുക്ക് പൂർണ്ണമായിട്ടും പരിശുദ്ധ നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് മാറ്റണമേ എന്നും അതോടൊപ്പം തന്നെയാണെങ്കിലും അമ്മയ്ക്ക് ലഭിച്ച രോഗസൗഖ്യമാണെങ്കിലും 31 വർഷമായിട്ട് കൊണ്ടു നടന്നിരുന്ന അലർജി എന്ന അസുഖത്തെ അത് പൂർണ്ണമായിട്ടും ഉടമ്പടി നേർച്ച വസ്തുക്കളിലേക്ക് ചേർന്നുകൊണ്ട് പൂർണ്ണമായിട്ടത് മാറ്റിയെടുക്കാനായിട്ടൊക്കെ സാധിച്ചത് ഉടമ്പടിയോട് ചേർന്നുകൊണ്ടുള്ള ജീവിതം തന്നെയാണ്. നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം, ഇനി മുമ്പോട്ടുള്ള ഈ ജീവിതത്തിൽ പരിശുദ്ധ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഉയർത്തണമേ എന്നും ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ അൽത്താരയിൽ ഉയർത്തട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യും.